വയനാട്ടിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇന്ത്യ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്ന് ജില്ലയിലെത്തും. 3 മണിയോടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയുടെ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, കെ സുരേന്ദ്രൻ മത്സര രംഗത്തേക്ക് വന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആ ഒരു ചിത്രം അപ്പാടെ മറിയുകയാണ്. അതുകൊണ്ട് തന്നെ അവേശോജ്വലമായ സ്വീകരണം, അവേശോജ്വലമായ വരവേൽപ്പ് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇന്ന് വയനാട്ടിൽ അണികളും പ്രവർത്തകരും ഒരു സമൂഹവും അപ്പാടെ നൽകുക. ഒപ്പം 3 മണിക്ക് റോഡ് ഷോ തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലേ? KP 2019 മുതൽ ഈ രാഹുലിന്റെ കടന്നുവരവോടെ വളരെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് ഇത്തരത്തിൽ വയനാട്. ആ വയനാട്ടിലേക്ക് എന്തായാലും കെ സുരേന്ദ്രന്റെ വരവോടുകൂടി തന്നെ ഈ മണ്ഡലം വീണ്ടും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. കാരണം ത്രികോണ മത്സരമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, ആനി രാജ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മത്സരത്തിൽ ഇറങ്ങുന്നതോടെ വയനാടിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെ ഉണ്ട്. ഈ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ അത്തരത്തിൽ ഈ BJPക്ക് സ്വാധീനം കുറഞ്ഞ മണ്ഡലങ്ങളിൽ എത്തി കൂടുതൽ വോട്ട് നേടുക, അതോടൊപ്പം തന്നെ വിജയത്തിന് അടുത്തെത്തുക എന്നതാണ് സുരേന്ദ്രന്റെ മുൻകാല ചരിത്രം. അത് കാസർഗോഡും കണ്ടതാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും നിയമസഭകളിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനാൽ തന്നെയാണ് വയനാട്ടിലെ BJPയുടെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ഇന്ന് 3 മണിയോടെയാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിലെത്തി ആദ്യം ലക്കടിയിലാണ് ആദ്യ സ്വീകരണമുള്ളത്. ആ സ്വീകരണത്തിന് പിന്നാലെയായിരിക്കും 4 മണിയോടെ കൽപ്പറ്റ നഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ വലിയ റോഡ് ഷോ ഉണ്ടാകുന്ന ഒരു 2 കിലോമീറ്റർ ദൂരത്തോളം ഇത്തരത്തിൽ വലിയ റോഡ് ഷോ ഉണ്ട്. എന്തായാലും ഈ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരെ എത്തിച്ച് വലിയ ഗംഭീരമായ ഒരു സ്വീകരണം ഒരുക്കുവാനാണ് എന്തായാലും BJPയുടെ തീരുമാനം. എന്തായാലും 2019 വലിയ വിജയമായിരുന്നു രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ നേടിയെടുത്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായ മത്സരം ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ 2019 മികച്ച വിജയം രാഹുൽ നേടിയെടുത്തതെങ്കിലും പിന്നീട് ഈ രാഹുലിന്റെ വയനാടിന് വേണ്ടിയുള്ള പ്രാതിനിധ്യം അത് ലോക്സഭയിലടക്കം അത്രത്തോളം പ്രകടമായി എന്നത് നമ്മളൊക്കെയും പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. വയനാടിൻ്റെ പൊതുസമൂഹം അത് തിരിച്ചറിഞ്ഞതാണ്. കേവലം ലോക്സഭയിലേക്ക് വയനാടിൻ്റെ പ്രതിനിധിയായ രാഹുൽ പോയത് പോലും കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം മാത്രമാണ്. ഇതൊക്കെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനായാസ വിജയം ഇനി രാഹുലിന് സാധ്യമാകില്ല എന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. അവിടേക്കാണ് കെ സുരേന്ദ്രനും വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം, അനിരാജ്യയെ സംബന്ധിച്ചിടത്തോളം ഇടത്ത് വലത്ത് പാളയങ്ങളിൽ എത്രത്തോളം പരിഭ്രാന്തി ഉണ്ടാക്കി കഴിഞ്ഞു, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്രത്തോളം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതോ? KP എന്തായാലും ഈ 2019 രാഹുൽ വിജയിച്ചതിന് ശേഷം ഈ വയനാട്ടിലേക്ക് എത്തിയത് ഒരു 9 തവണ മാത്രമാണ്. അത്തരത്തിൽ വലിയ ദേശീയ നേതാവെന്ന് അവകാശപ്പെടുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരം വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വന്യജീവി പ്രശ്നം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനാൽ തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലായിരിക്കുന്ന സമയത്താണ് നിലവിൽ കെ സുരേന്ദ്രന്റെ കടന്നുവരവ്. കെ സുരേന്ദ്രന്റെ കടന്നുവരവിൽ ജനങ്ങൾ പ്രധാനമായും ഇത്തരത്തിൽ ആശ്വാസം കണ്ടെത്തുന്നത്. കാരണം 2014 മുതൽ 2024 വരെ നിലവിൽ മോദി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പല സർവേകളും സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ കെ സുരേന്ദ്രന്റെ വരവോടുകൂടി ഒരു വിജയം സാധ്യമാകുകയാണെങ്കിൽ, അട്ടിമറി വിജയം സാധ്യമാകുകയാണെങ്കിൽ വയനാട്ടിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനവാസികൾ ഉൾപ്പെടെയുള്ളവർ. വനവാസികൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വനവാസികൾക്ക് വോട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ വയനാട്. അതിനാൽ തന്നെ അവർ വലിയ പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, മുൻകാലങ്ങളിൽ 2019 ഇവിടെ മത്സരിച്ചിരിക്കുന്ന BDJS ആണ്. BDJSൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുവാൻ വേണ്ടിയാണ് നിലവിൽ കെ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച കെ സുരേന്ദ്രൻ ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ട് വാങ്ങാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. അതിനാൽ തന്നെ ഈ വയനാട്ടിലും അത്തരത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ BJP പ്രവർത്തകരുമുള്ളത്. അതിനാൽ തന്നെയാണ്
തന്നെയാണ് 2 ദിവസം കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാഹുലും സുരേന്ദ്രനും തമ്മിലുള്ള മത്സരമാക്കി മാറ്റുവാൻ എന്തായാലും BJPയുടെ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശക്തമായ പ്രചരണമാണ് അവർ നിലവിൽ കാഴ്ചവെക്കുന്നത്. വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന വിശ്വാസം ഉള്ളതിനാൽ തന്നെ 2024 വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജില്ലാ നേതൃത്വം 6 മാസം മുൻപ് തന്നെ ഇവിടെ ആരംഭിച്ചിരുന്നു. അതിന്റെ ബലം ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അത് പ്രധാനമായി കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, അതോടൊപ്പം തന്നെ മാനന്തവാടി, മലപ്പുറത്ത് നിന്നും ഏറനാട്, നിലമ്പൂർ, അതുപോലെ തന്നെ ഈ കോഴിക്കോട്, തിരുവമ്പാടി ഈ മണ്ഡലങ്ങളാണ്. പ്രധാനമായി വയനാട് കേന്ദ്രീകരിച്ചാണ് BJPയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കാരണം BJPക്ക് വളരെ വലിയ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും ഈ വയനാട്ടിലുണ്ട്. സുൽത്താൻ ബത്തേരിയായാലും കൽപ്പറ്റയായാലും BJPക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വോട്ട് ശതമാനമുള്ള മണ്ഡലമാണ്. എന്നാൽ 2019 BDJS നിന്നപ്പോൾ അതിൽ ചെറിയ കുറവ് സംഭവിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ജനകീയനായ സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ വരുന്നതോടെ എന്തായാലും കൂടുതൽ വോട്ട് നേടാമെന്നും രാഹുലിന് ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ തടയിടാൻ കഴിയുമെന്നും ഈ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള ഈ രാഷ്ട്രീയ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് വയനാട്ടിൽ ജനങ്ങൾക്ക് മുന്നിൽ 3 കക്ഷികളും മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ വാഗ്ദാനങ്ങളും രാഹുൽ മുൻപ് നൽകി. വിജയിച്ചെങ്കിൽ രാഹുലിനെതിരെ നിലവിൽ വളരെ വലിയ വികാരമാണുള്ളത്. കാരണം രാഹുലിന് ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുള്ളത് പകൽ പോലെ സത്യമാണ്. കാരണം ലോക്സഭയിൽ ഹാജരാവാൻ പോലും രാഹുൽ തയ്യാറായിട്ടില്ല. കാരണം ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശം MP-മാരിൽ ഒരാളായിട്ടാണ് നിലവിൽ രാഹുലിനെ കാണുന്നത്. കാരണം രാഹുലിന്റെ ഹാജർ നില വെറും 51%. കാരണം വന്യജീവി പ്രശ്നം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ ജനങ്ങളുടെ ആവശ്യം ലോക്സഭയിൽ ഉന്നയിക്കാൻ പോലും രാഹുൽ തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെയാണ് നിലവിൽ ജനങ്ങൾ സുരേന്ദ്രനിൽ പ്രതീക്ഷ വയ്ക്കുന്നത്. വയനാട്ടിൽ നിന്നും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.